Hello friends, Assalamu alaikum. Welcome back to Shiano's Creations. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഭാക്രവാടിയാണ്. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. ഇതിനായി ആദ്യം തന്നെ 2 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കായപ്പൊടി, 3 ടീസ്പൂൺ ചൂടാക്കിയ എണ്ണ, ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് ചപ്പാത്തി മാവ് പരുവത്തിലേക്ക് ആക്കുക. ഇതിപ്പോൾ ചപ്പാത്തി മാവ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് 10 മിനിറ്റോളം മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. ഇതിനായി 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ആംചൂർ പൗഡർ. ഈ ആംചൂർ പൗഡർ ഞാൻ വീട്ടിൽ തന്നെ മാങ്ങ ഉണക്കി പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി ഞാൻ ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വറുത്തെടുത്ത നാളികേരം ചേർക്കാം. ഇനി ഇവയെല്ലാം കൂടി ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്രവാടിയിലേക്ക് വേണ്ട കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച ആട്ട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിന് ചപ്പാത്തി പോലെ നന്നായി പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇതിപ്പോൾ നന്നായി പരന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൈഡൊക്കെ നന്നായി കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പുളി പിഴിഞ്ഞെടുത്ത് അതിൽ ഉപ്പും പഞ്ചസാരയും മിക്സ് ചെയ്ത മിശ്രിതമാണ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാക്രവാടി നല്ല ടേസ്റ്റി ആയി കിട്ടും. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിനെ ഇനി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഓരോ പീസിനെയും ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതിനി ചെറുതീയിലിട്ട് നന്നായി തിരിച്ചും മറിച്ചും വറുത്തെടുക്കാം. നമ്മുടെ ബാക്രവാടി ഇപ്പോൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം.
അപ്പോൾ നമ്മുടെ ബാക്കർവാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്